നിയോഗമുള്ളവന്റെ മേലെ അഭിഷേകം. ദൈവം വെറുതെ ഒരുവനെ അഭിഷേകം ചെയ്യുന്നില്ല. അവനൊരു അഭിഷേകം അവൻ പ്രാപിച്ചു. എന്തിന്? നിയോഗത്തിന് വേണ്ടി. ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളോടും എനിക്ക് സുവിശേഷം പറയണം. യഹൂദന്മാരുടെ ഇടയിൽ കിടന്ന് പ്രസംഗിക്കാൻ വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ഹോശേയ പ്രവചനം വായിച്ചപ്പോൾ ഒരു ദൂത് കിടക്കുന്നു. അവനെക്കുറിച്ച് അറിയാത്തവരുടെ കിട്ടാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. അവൻ ആ ദൂത് കേട്ട് തലയിലോട്ട് കൈവച്ചിട്ടു, ഞാൻ അതിന് തയ്യാറാണെന്ന്. നമ്മുടെയൊക്കെ ചർച്ചകളിലൊന്നും കാണത്തില്ല. ചില ചർച്ചകളിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, എന്നെ അടിപിടിയാണെന്നറിയാം. ആകെ 10 വിശ്വാസിയുണ്ട്. അവിടെ പ്രസംഗിക്കാൻ വേണ്ടി 10 പാസ്റ്റർമാരും അടിയാ. അത് ആദ്യം കയറുന്നവൻ അടുത്തോട്ട് വിട്ടു, അടുത്തവൻ കയറുന്നവൻ ഇവനോട്ട് വിട്ടു, ഇവനോട്ട് വരുന്ന അവനോ വിട്ടു. ഈ പുറകിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനം കിടക്കുക. കടിപിടി കൂടരുത്. 800 കോടി ജനം ഇവിടെ ഉണ്ട്. ഇന്ന് കാണുന്ന പല മൂവുകളുടെ മുകളിൽ ഒരു മൂവാകാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു.